തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം. ബോംബ് ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നതിന് ഇടയിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. തേനീച്ചക്കുത്തേറ്റ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തിയ ശേഷം പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ കളക്ടറേറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകി. തേനീച്ച ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരുക്കേറ്റത്. പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി നിരവധി പേർ ചികിത്സയിലാണ്. Meanwhile, we had an attack from the bees also, and some of our staff has been stung. So we have taken them to various hospitals for necessary medical attention. Around 7. 15 വർഷത്തോളമായി കളക്ടറേറ്റിൽ തേനീച്ചക്കൂടുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ ഇലക്ഷൻ ഡേ എപ്പോഴോ ഈ തേനെടുക്കാനായിട്ട് ആൾക്കാർ വരുമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല അതൊന്നും. ഇല്ല, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. ഉണ്ട്, എല്ലാവരും ഒരു 7-8 പേരുണ്ട് പേരൂർക്കട ഹോസ്പിറ്റലിൽ. എൻ്റെ അറിവിൽ 7-8 വർഷമായിട്ടും ഇങ്ങനെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് നമ്മളത് എടുപ്പിക്കാറുണ്ട്. ആ സെയിം പ്ലേസിൽ തന്നെ ഇത് വീണ്ടും കൂട് വയ്ക്കാറാണ് പതിവ്. അതേസമയം ബോംബ് ഭീഷണിയേക്കാൾ ഭയാനകമായിരുന്നു തേനീച്ച ആക്രമണമെന്നായിരുന്നു ജീവനക്കാരുടെ അഭിപ്രായം. ബോംബ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഡോഗ് സ്ക്വാഡ് മടങ്ങിയത്. ഞങ്ങൾ പുറത്തുണ്ടായ സമയത്താണ് വന്നത്. പുറകിൽ നിന്ന് ഓടിച്ചു. അപ്പോൾ കുത്ത് കിട്ടി, ശരിക്കും തലയിൽ കിട്ടി. ഇപ്പം ഇനിയിപ്പോൾ വണ്ടിയിൽ കയറണമെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇല്ല, പോയില്ല. ഓടാനൊന്നും പറ്റാത്ത 1-2 പേർക്ക് നല്ലപോലെ കടിച്ചിട്ടുണ്ട്. അവർക്ക് ആശുപത്രി പോയിട്ടുണ്ട്. നമ്മളൊക്കെ പിന്നെ ഓടി കുറച്ച് രക്ഷപ്പെട്ടു. ഇപ്പം 2ാം സ്റ്റെപ്പ് ബാഗ് എടുക്കാൻ വേണ്ടി തിരിച്ച് കയറിയതാണ്. എല്ലാവരും പറയും. ആദ്യത്തെ ഈ സ്റ്റെപ്പിൽ തന്നെ ഈ ബോംബിൻ്റെ ഭീഷണി ഉള്ളപ്പോൾ തന്നെ എല്ലാവരും ഇറക്കിയതാണ്. ജനം, തിരുവനന്തപുരം.